ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 12-ന് ഊട്ടുതിരുനാൾ നടക്കും. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാൾ മെയ് 12-ന് നടക്കും. ഏകദേശം 1,00,000 പേർക്കുള്ള ഊട്ടുനേർച്ച ഒരുക്കിയിട്ടുണ്ട്. മെയ് 5-ാം തീയതി കൊടികയറ്റത്തോടെ തിരുനാൾ ആരംഭിക്കും. രാവിലെ 10 മണിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലിങ്കൽ പിതാവിന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിന് നേതൃത്വത്തിൽ സ്വീകരണം നൽകും. 10:15-ന് കൊടികയറ്റം നടക്കും. തുടർന്ന് ദിവ്യബലി, റവറൻഡ് ഡോക്ടർ ജോഷി മയ്യാറ്റിൽ വചനപ്രഘോഷണം നടത്തും. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടത്തപ്പെടും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്കും വൈകിട്ട് 5:30-ക്കും ദിവ്യബലി, നൊവേന, ആരാധന ഉണ്ടായിരിക്കും. മെയ് 9-ാം തീയതി ശനിയാഴ്ചയാണ് ഇടവക ദിനം. ഇടവക വൈദികരുടെ കാർമ്മികത്തിൽ ദിവ്യബലി, തുടർന്ന് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തപ്പെടും. മെയ് 10-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ച, റവറൻഡ് മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമ്മികത്തിൽ ദിവ്യബലി, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്നിവ നടത്തപ്പെടും. മെയ് 11 തിങ്കളാഴ്ച വേസ്പര ദിനമായി ആചരിക്കും. റവറൻഡ് ഡോക്ടർ ഹെൽവസ് റൊസാരിയുടെ മുഖ്യ കാർമ്മികത്തിൽ ദിവ്യബലി, തുടർന്ന് ഗ്രാമപ്രദക്ഷിണം ഉണ്ടായിരിക്കും. മെയ് 12-ാം തീയതി രാവിലെ 10 മണിക്ക് കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന് സ്വീകരണം നൽകും. 10:15-ന് ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി പ്രദക്ഷിണം നടത്തപ്പെടും. വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവ്, കൈയുടെ അസ്ഥി, സഭാവസ്ത്രഭാഗം എന്നീ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തിച്ചേരും. പൊന്നാവ് നേർച്ച, അടിമസമർപ്പണം എന്നിവയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി റെക്ടർ റവറൻഡ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി, ആന്റണി കല്ലറയ്ക്കൽ, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമൽ, ബീനൽ താണിപ്പള്ളി, അലക്സ് പള്ളിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിയന്യ ആന്റണി വാലുങ്കൽ പിതാവ് ഇവിടെ എത്തിച്ചേരും. രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന് സ്വീകരണം നൽകും. 10:15-നാണ് ആഘോഷമായിട്ടുള്ള കൊടിയേറ്റം. തുടർന്ന് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിലച്ചനാണ് അന്ന് പ്രസംഗിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും വൈകിട്ട് 5:30-നും തിരുക്കർമ്മങ്ങളുണ്ട്. 10-ാം തീയതി ഞായറാഴ്ച ആണ് പ്രസിദ്ധേന്തിമാരുടെ ദിനമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. രാവിലെ 9:30 മണിക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ദിവ്യബലിയുണ്ട്. തുടർന്ന് ആ ദിവ്യബലിക്ക് നേതൃത്വം നൽകാനായിട്ട് രൂപത വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ ഉണ്ടായിരിക്കും. തുടർന്ന് ആ ദിവ്യബലിക്ക് ശേഷം വരുന്ന വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് വൈകിട്ടും കുർബാന ഉണ്ടാകും. 11-ാം തീയതി തിങ്കളാഴ്ച തിരുനാളിന്റെ തലേ ദിവസം വേസ്പര ദിനം വൈകിട്ട് 5:30 മണിക്ക് രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഹെൽവസ് റൊസാരിയോ അച്ഛൻ കുർബാന. ന്യൂസ് ബ്യൂറോ, പറവൂർ. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.